ഇപ്പോൾ ബെഡിലിരുന്ന് കലാഭവൻ സരികയോട് രേണുസുതി പറയുന്ന ഒന്ന് രണ്ട് കാര്യമാണ് നമ്മൾ നോക്കുന്നത്. രേണുസുതി കലാഭവൻ സരികയോട് പറഞ്ഞ ഈ കാര്യം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് കണ്ണ് നിറഞ്ഞു പോകും. നമുക്കതിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വളരെ ചുരുക്കി പെട്ടെന്ന് തന്നെ ആ കാര്യത്തിലേക്ക് പോകാം. കലാഭവൻ സരികയോട് രേണുസുതി പറയുകയാണ്, ലൈഫിൽ ഒരുപാട് അവഹേളനങ്ങൾ പരിഹാസങ്ങളൊക്കെ കേട്ട് സഹിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. എന്നെ ലാലേട്ടൻ കൈപിടിച്ച് ഇങ്ങനൊരു ഷോയിലേക്ക് വിളിക്കുമ്പോൾ അത് ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. അത് മതി എനിക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ. ഇപ്പോൾ സുധിച്ചേട്ടൻ എവിടെ പോയാലും ഞാൻ വിളിച്ചു നോക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അത് 1 മണിയായാലും 2 മണിയായാലും കുറച്ച് സമയം വിളിക്കാതിരുന്നാൽ ഉള്ളിലൊരു ആദിയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കും. അപ്പോൾ സുധിച്ചേട്ടൻ മറുപടി പറയും. അതിപ്പോൾ ഏത് സമയത്താണെങ്കിലും അലാറം വെച്ച് വരെ ഞാൻ അങ്ങനെ വിളിക്കും, 2 മണിക്കൊക്കെ. ഇങ്ങനെയാണ് പറയുന്നത്. സരിക ചേച്ചിയെ ചേട്ടൻ ദിലീപേട്ടൻ കുറച്ച് സമയം വിളിച്ചില്ലേ ചേച്ചിക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അത് വലിയൊരു വിഷമമാണ്. നമുക്ക് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും അല്ലേ? അപ്പോൾ സുധിച്ചേട്ടൻ ഇല്ല എന്ന് പറയുമ്പോൾ വലിയൊരു നിരാശയാണ്, അല്ലെ വലിയൊരു നഷ്ടമാണ് എനിക്ക്. അത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരുപാട് പേർ എന്നെ കളിയാക്കുന്നുണ്ട് ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് രേണുസുതി കലാഭവൻ സരികയോട് പറയുന്നത്. സരികയും അപ്പോൾ മറുപടി പറയുന്നുണ്ട്, ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ രേണുസുതി വളരെ സങ്കടത്തോടു കൂടി ലൈഫിൽ ഇപ്പോൾ സുധിച്ചേട്ടൻ പോയതിന് ശേഷമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരിഹാസങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന അല്ലെ കണ്ടു നിൽക്കുന്ന നമുക്കൊന്ന് കണ്ണ് നിറഞ്ഞു പോകും. അത്തരത്തിലാണ് രേണുസുതി അത് പറയുന്നത്. വളരെ ആത്മാർത്ഥതയോടുകൂടി. ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ലൈവ് കണ്ടവർക്കത് മനസ്സിലാവും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.